സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ചൊവ്വാഴ്ച തുടക്കം. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന കിരീടാവകാശി സുപ്രധാനമായ കരാറുകളിൽ ഒപ്പുവയ്ക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെത്തും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെ സൈനിക സഹായം ഉറപ്പാക്കുന്ന പ്രതിരോധ ഉടമ്പടിയായിരിക്കും സന്ദർശനത്തിന്റെ പ്രധാന നേട്ടമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ $142 ബില്യൺ പ്രതിരോധ കരാറിന് സന്ദർശനവേളയിൽ അന്തിമ രൂപമാകുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, നിർമ്മിത ബുദ്ധി, ഡാറ്റാ സെന്ററുകൾ, സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യ, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ചർച്ച ചെയ്യും. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യയെ കൂടി പങ്കാളിയാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. പലസ്തീൻ വിഷയത്തിൽ വ്യക്തമായ ഒരു പരിഹാരമുണ്ടാകാതെ സൗദി ഇതിന് തയ്യാറാകില്ലെന്നാണ് സൂചന. എങ്കിലും ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭാവി ചർച്ചാ വിഷയമാകും. മേഖലയുടെ സുരക്ഷ, ഇറാന്റെ ആണവ പദ്ധതികൾ, യമൻ, സുഡാൻ വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ചയാകും. F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ സൗദിക്ക് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ആണവ ഊർജ്ജ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് സൂചന. നവംബർ 18 വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ പ്രഥമ വനിത മെലാനിയ ട്രംപ് ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ രാജകുമാരൻ പങ്കെടുക്കും. നവംബർ 19 നടക്കുന്ന സൗദി അമേരിക്കൻ നിക്ഷേപ ഫോറത്തിലും കിരീടാവകാശി പങ്കെടുക്കും. 2018 ശേഷമാണ് കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്ക സന്ദർശിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.